നായി കുറെ പോയി എന്ന് വെച്ചാൽ കുഴപ്പമില്ല. സൂപ്പർ ആയിക്കണ്ട. അപ്പൊ എല്ലാവരും ഗ്ലൂ ഉള്ള ഒരു ഗ്ലൂ സ്റ്റിക്ക്. ഭയങ്കരമായ ആള്. ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഗ്ലൂ ഗൺ ഹാക്സ് പാർട്ട് 3 ആണ്. അപ്പൊ നമ്മുടെ പാർട്ട് 1ഉം 2ഉം കണ്ടിട്ട് ഒരുപാട് പേര് ചിരിച്ചിരിച്ച് ചത്തു എന്നാണ് പറയണത്. അപ്പൊ അവരൊക്കെ എൻജോയ് ചെയ്ത് തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ എന്തെങ്കിലും പോയി കണ്ടുപോകാം. നമ്മുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ നമ്മുടെ ശ്രീദേവി ഉണ്ണിരാജൻ ഗ്ലൂ ഗൺ ഹാക്സ് എന്ന് പറയണെങ്കിൽ എന്തായാലും കാണുന്നാണ് വിചാരിക്കുന്നത്. പിന്നെന്താ പറയാനുള്ള, അപ്പൊ നമ്മുടെ ചാനല് 25K ക്ലീൻ ചെയ്തേക്കുന്നത്. 25,000 മെമ്പേഴ്സ് ആയി നമ്മുടെ ഫാമിലിയിലേക്ക്. അപ്പൊ എല്ലാവരെയും കട്ട സപ്പോർട്ടിന് ഒരുപാട് മാത്രം പറഞ്ഞാൽ പോരാ, അത്രയും സന്തോഷമുണ്ട്. പിന്നെന്താ പറയാനുള്ളത്, അപ്പൊ നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് കേട്ടോ നമ്മുടെ ചാനൽ ഇവിടം വരെ എത്തിയത്. നിങ്ങളുടെ എല്ലാവരുടെയും കമന്റ്സ് ഞാൻ വായിച്ചു നോക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും എന്താ പറയാ, നമുക്ക് പറ്റണ പോലെ നമ്മുടെ കമന്റ് സെക്ഷനിൽ നമ്മൾ ഒരുവിധം പേരുടെ പേര് ഇന്ന് വായിക്കുന്നുണ്ട്. ഞാനെങ്കിലും മിസ്സായി പോയിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. നമ്മള് ഇനിയത്തതില് നമ്മൾ എന്തായാലും വായിക്കണതാണ് കേട്ടോ. നിങ്ങൾക്ക് അറിയാലോ 25,000 മെമ്പേഴ്സ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് വെച്ചാൽ എല്ലാവരും കൂടി നമുക്ക് ഒറ്റയടിക്ക് വായിക്കാൻ പറ്റില്ല. അപ്പൊ വായിച്ചാറായിട്ട് നമ്മളിങ്ങനെ വായിച്ചു പോകും. പിന്നെന്താ പറയാനുള്ള, അപ്പൊ ഇത് റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. പാർട്ട് 1ഉം 2ഉം കണ്ടിട്ട് റിക്വസ്റ്റ് ചെയ്തേക്കുന്നതാണ്. അപ്പൊ നിങ്ങളുടെ റിക്വസ്റ്റ് അനുസരിച്ച് നമ്മൾ വീഡിയോസ് ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമുക്ക് അധികം സമയങ്ങളുണ്ട്, വേഗം നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഹാക്ക്. അപ്പൊ ഇതൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹാക്കാണ് കേട്ടോ. അപ്പൊ നമ്മൾ ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മുടെ ടേബിൾ മേക്ക് ഒരു ടേബിൾ മാറ്റ് വെക്കാറുണ്ട്. അപ്പൊ ഇത് അത്രയും വലിയ മാറ്റ് അല്ല, ചെറിയ മാറ്റ്. നമ്മള് 3D ഗണ്ണിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ല 3D പെന്നിൽ. ഇപ്പൊ ഗ്ലൂ ഗണ്ണും 3D പെന്നും നമ്മൾ മാറി മാറി ചെയ്യണ കാരണം ആകെ ഒരു കൺഫ്യൂഷനാണ്. 3D പെൻ ചെയ്യുമ്പോൾ പറയും ഗ്ലൂ ഗണ്ണാന്ന് പറയും, ഗ്ലൂ ഗൺ പറയും 3D പെൻ, ഇടയ്ക്ക് പറയും 3D ഗണ്ണാന്ന് പറയും. അതുകൊണ്ട് എല്ലാവരും ക്ഷമിച്ചേക്കണം. കുറച്ച് സ്ലിപ്പുകൾ വന്നുകൊണ്ടിരിക്കും. സന്തോഷം കൊണ്ടായിരുന്നു, എക്സൈറ്റ്മെന്റ്. അപ്പൊ എന്താണ്, നമ്മുടെ ടേബിൾ മാറ്റാണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പൊ ഇവര് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്ലൂ ഗൺ വെച്ചിട്ട് അവരൊരു കപ്പ് വെച്ചിട്ട് വട്ടം വരയ്ക്കുകയാണ്. എന്നിട്ട് അതിന്റെ മുകളിൽ ഈ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഒരു അടിപൊളി ചെറിയ കപ്പിനൊക്കെ പറ്റിയ ടേബിൾ മാറ്റാണ് അവർ ചെയ്തത്. അപ്പൊ ഒരു ഹാക്ക് പോകും കേട്ടോ. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. ടേബിൾ മാറ്റ്, ചെറിയൊരു ടേബിൾ മാറ്റാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പൊ നല്ല രസമായിട്ടുണ്ട് കേട്ടോ, നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ കളർ ഗ്ലൂ സ്റ്റിക്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വൈറ്റ് വെച്ചിട്ട് തന്നെ എല്ലാം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തേക്കുന്നത്. നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ കളർ സ്റ്റിക്ക്. അപ്പൊ അത് വൈകാണ്ട് തന്നെ വരും. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, വന്നാൽ മതി, രക്ഷപ്പെട്ടു. അപ്പൊ പിന്നെ എന്താണ്, അപ്പൊ ഇത് അടിപൊളി ഹാക്കാണ്. നമുക്ക് 10ൽ 10 മാർക്ക് കൊടുക്കാം. പിന്നെ നമ്മള് ട്രേസ് പേപ്പറില്ലേ, നമ്മൾ ബട്ടർ പേപ്പർ, ട്രേസ് പേപ്പർ എന്നൊക്കെ പറയാം, അതിന്റെ മുകളിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പൊ കവറിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ഓർമ്മയിൽ ഒട്ടി പിടിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇപ്പൊ അങ്ങനത്തെ പേപ്പറിൽ വെച്ചിട്ട് ചെയ്ത് നോക്കിയത്. അപ്പൊ ഈസി ആയിട്ട് ഇങ്ങോട്ട് പറിച്ചെടുക്കാൻ പറ്റും. അപ്പൊ ഇതിന് അടിപൊളി ഹാക്കാണ്. എന്താ പറയാ, ഗ്ലൂ ഗൺ ഉള്ളവരൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ 3D പെന്നിലും ചെയ്തിട്ടുണ്ടായിരുന്നു. സൂപ്പർ ഒരു സ്മൈലി വരച്ചത്, അങ്ങനെ സ്മൈലി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കാം. 10ൽ 10 മാർക്ക് നമുക്ക് കൊടുക്കാം. അത്ര അടിപൊളി ഹാക്കാണ്. വളരെ സിമ്പിൾ ആണ് ചെയ്യാൻ, വളരെ രസമാണ് കേട്ടോ ഗ്ലൂ ഗണ്ണും 3D പെന്നൊക്കെ യൂസ് ചെയ്യാൻ. അപ്പൊ ഉള്ളവര് ട്രൈ ചെയ്ത് നോക്കാം. ഇല്ലാത്തൊരു വാങ്ങാനുള്ള ഒരു നിവർത്തി ഉണ്ട് വെച്ചാൽ മേടിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കിയുള്ളൂ. അപ്പൊ പിന്നെ നമുക്ക് നെക്സ്റ്റ് ഹാക്കിലേക്ക് പോവാം. അപ്പൊ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഹാക്ക്. അപ്പൊ ഈ ഒരു ഹാക്കിൽ ഇവര് ചെയ്യണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം ഒരു ബലൂൺ എടുക്കാണ്, അതിൽ വെള്ളം നിറച്ചതിന് ശേഷം അത് കെട്ടിയിട്ട് അതിന്റെ മുകളിൽ ഒരു ക്രീം തേച്ച് കൊടുക്കാണ്. അതിന്റെ മുകളിലായിട്ട് ഇവര് ഗ്ലൂ ഗണ്ണുകൊണ്ട് ഇങ്ങനെ പല ഡിസൈനിൽ ഇങ്ങനെ വരച്ചു കൊടുക്കാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് അത് ഉണങ്ങി കഴിയുമ്പോൾ ഈ ബലൂൺ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ആ വെള്ളം കളഞ്ഞിട്ട് എടുക്കുമ്പോൾ ഒരു എന്താ പറയുക, ഒരു ബോൾ പോലത്തെ ഒരു ഷേപ്പിൽ കിട്ടാണ്. അതെടുത്തിട്ട് നമ്മുടെ മൊബൈലിന്റെ ഒക്കെ ടോർച്ച് ലൈറ്റ് ഓൺ ചെയ്തിട്ട് അതിന്റെ മുകളിൽ വെച്ച് കൊടുക്കണം. അപ്പൊ ഇത് നല്ലൊരു ഡിസൈൻ ആയിട്ട് ഇങ്ങനെ കിട്ടാണ് കേട്ടോ, നല്ല രസം. നമ്മളിങ്ങനെ ചില ലൈറ്റ്സ് ഒക്കെ കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെ തിരിയുമ്പോഴൊക്കെ ഇങ്ങനെ ആകെ പുള്ളിയും വള്ളിയും ഒക്കെ ഇട്ട് ആകെ കളേഴ്സ് വരുന്ന പോലെ. അപ്പൊ ഈ ഒരു ഹാക്ക് വർക്ക്ഔട്ട് ആവും. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. അപ്പൊ ഇതാണ് നമ്മുടെ ആ ബോള് കിട്ടിയേക്കണത്. അപ്പൊ അവര് കാണിച്ച പോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ, കറക്റ്റ് ആയിട്ട് നല്ല രസമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ എന്താ പറയുക, ഇപ്പൊ ഗ്ലൂ ഗണ്ണൊക്കെ നല്ലോണം യൂസ് ചെയ്യാൻ അറിയണ കാരണം നല്ല രസമായിട്ട് ചെയ്തിട്ട് വരുന്നുണ്ട്. അപ്പൊ അത്യാവശ്യം കട്ടിയിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പെട്ടെന്നൊന്നും പൊട്ടി പോവില്ല. അപ്പൊ നമുക്കിത് വർക്ക്ഔട്ട് ആവും. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വരാം. അതൊരു അടിപൊളി ഹാക്ക് ആയിട്ട് കേട്ടോ. അവര് പറഞ്ഞ പോലെ തന്നെ വന്നിട്ടുണ്ട്. എനിക്ക് ആ ലൈറ്റില് കുറെ നേരം നോക്കിയിരുന്നപ്പോ കണ്ണാകെ മഞ്ഞളിച്ചു പോയി, കണ്ണാകെ ഇതാവണു, കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് കാണാനില്ല ഒന്നും. ഈശ്വരാ. അപ്പൊ എന്താ പറയാ, അപ്പൊ ഈ ഹാക്ക് നമുക്ക് 10ൽ 10 മാർക്കും കൊടുക്കാം. സൂപ്പർ ആയിട്ടുള്ള ഹാക്കാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
പറഞ്ഞ പോലെ തന്നെ ഈ ലൈറ്റ് ഇങ്ങനെ തിരിയുമ്പോ ഒരു നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. എനിക്കിപ്പോ ഇവിടെ നെറ്റ് ഉള്ള കാരണം അത്ര ക്ലിയർ ആവാഞ്ഞത്, പക്ഷെ ഇവിടെ ചുമരുമ്പോ കറക്റ്റ് ആയിട്ട് അത് വരുന്നുണ്ട്. അപ്പൊ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഏതെങ്കിലും ഒരു ലൈറ്റ് തൂങ്ങി എടുക്കുമ്പോൾ ലൈറ്റുമേക്ക് ഇത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് തിരിയുമ്പോ ഒന്നുകൂടി രസമായിട്ട് ഇങ്ങനെ കറുകുറാവുന്ന നല്ല ഡിസൈൻ ആവും. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ചിട്ട് ഇഷ്ടമുള്ള ഡിസൈൻ കൊടുത്തോളൂ. അപ്പൊ അതിനനുസരിച്ചിട്ട് ഡിസൈൻ വന്നുകൊണ്ടിരിക്കും. അപ്പൊ നമ്മുടെ കഴിവിനനുസരിച്ചുള്ള ഒരു ഡിസൈൻ ആയിരുന്നു ഇത്. അപ്പൊ സക്സസ്ഫുൾ ഹാക്കാണ്. 10 മാർക്ക് കൊടുക്കാം. അപ്പൊ എല്ലാവരും ധൈര്യമായി ട്രൈ ചെയ്തോളൂ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഹാക്കിലേക്ക് പോവാം. നെക്സ്റ്റ് ഹാക്ക് എന്ന് പറയുന്നത് നമ്മള് ഒരു അടിപൊളി മൊബൈൽ കവറാണ് ചെയ്യുന്നത്. അപ്പൊ ലാസ്റ്റ് നമ്മള് പാർട്ട് 2 നമ്മള് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒരു മൊബൈൽ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. കവർ കൊട്ടി പിടിച്ചിട്ട് അത് അടിപൊളിയായിരുന്നു. പക്ഷെ ആ കവർ സൂപ്പർ ആയിട്ട് ഇപ്പോഴും നമ്മുടെ കയ്യിൽ ആ കവർ ഇരിക്കുന്നുണ്ട്. നല്ല അടിപൊളി കവറായിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിട്ട് ഞാൻ വീണ്ടും എടുത്ത് വെച്ചതാണ്. അപ്പൊ സൂപ്പർ കവർ ആയിട്ടുണ്ട്. അപ്പൊ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഇവിടെ ഇവര് ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഗ്ലൂ സ്റ്റിക്ക് എടുക്കണം. ഗ്ലൂ സ്റ്റിക്കിന്റെ മുകളിൽ ഈ ത്രെഡ് ഇല്ലേ, നമ്മൾ ഈ നിറ്റിങ്ങിനൊക്കെ യൂസ് ചെയ്യണ പോലത്തെ ആ ത്രെഡ് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ഗ്ലൂ സ്റ്റിക്കിൽ കയറ്റി കൊടുക്കുകയാണ്. അതിനുശേഷം ഇത് ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ട് ഇതൊരു മൊബൈൽ ഒരു ട്രേസ് പേപ്പർ വെച്ചിട്ട് കവർ ചെയ്യാണ്. അതിന്റെ മുകളിൽ ഇങ്ങനെ വെച്ച് ചെയ്യുമ്പോ എന്താ ഉണ്ടാവണം, അടിപൊളി ആ ത്രെഡ് അടക്കാണ് അവര് വരണത്. അത് കഴിയുമ്പോൾ നല്ല സൂപ്പർ മൊബൈൽ കവറിന് നമുക്ക് കിട്ടണം. നല്ല കളർഫുൾ ആയിട്ടുള്ള മൊബൈൽ കവർ കിട്ടണം. അപ്പൊ നല്ല ത്രെഡൊക്കെ വെച്ച് ചെയ്യണമെങ്കിൽ നല്ല അടിപൊളിയാവും തോന്നണം. അപ്പൊ ഹാക്ക് വർക്കൗട്ടോ നമുക്ക് ടെസ്റ്റ്. ഇതാണ് നമ്മുടെ മൊബൈൽ കവർ വന്നേക്കുന്നത്. അത്ര ഫ്ലോപ്പ് ആയിട്ടുള്ള ഒരു ഹാക്കായിരുന്നു. ഇനി ഇത് സക്സസ് ആവുമെന്ന് എനിക്ക് അറിയില്ല. എനിക്ക് എന്റെ ഗ്ലൂ ഗണ്ണിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കില്ല. കാരണം നമ്മള് ചെയ്ത് നോക്കി ആ ഗ്ലൂ ഗൺ അതിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഞാൻ ചെയ്ത് നോക്കിയപ്പോ എന്ന് വെച്ചാൽ ഒന്നാമത് ഗ്ലൂ സ്റ്റിക്കുമ്പോ ത്രെഡ് വെച്ചിട്ട് കയറ്റുമ്പോ അത് കേറണില്ല. കാരണം ഗ്ലൂ സ്റ്റിക്കിന് കയറാനുള്ള കറക്റ്റ് ആ ഒരു ഓട്ടയുള്ള അതിന്റെ ഉള്ളിൽ കൂടി ത്രെഡ് കൂടി ആകുമ്പോൾ അത് കേറണില്ല. ഒന്നാമത്തെ കാര്യം അതൊന്ന് ചെറുതായിട്ട് ഇളകിയ പോലെ തോന്നിയാൽ കയറുന്ന സാധനം അതെനിക്ക് പേടി വേഗം കേടായാലൊന്ന്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നലെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് നമ്മൾ ഇങ്ങനെയൊക്കെ കയറ്റിയതിന് ശേഷം ആക്കുമ്പോഴും ഈ ഗ്ലൂ മാത്രമേ വരണുള്ളൂ. നമ്മുടെ ത്രെഡ് വരുന്നില്ല, ഗ്ലൂ മാത്രമേ വരണുള്ളൂ. അതിനുശേഷം ഞാൻ ഇത് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് നമ്മുടെ ഗ്ലൂ സ്റ്റിക്ക് കൊണ്ട് ആദ്യം ഒരു വര വരച്ചു. അതിന്റെ മുകളിൽ ത്രെഡ് കട്ട് ചെയ്ത് ഒട്ടിച്ചിട്ട് നിങ്ങൾക്ക് വെറുതെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തു എന്നുള്ളൂ. അല്ലാണ്ട് ഇതൊരു സക്സസ്ഫുൾ ഹാക്കേ അല്ല. ഇതാരും ട്രൈ ചെയ്ത് നോക്കണ്ട. കാരണം നമ്മുടെ ഗ്ലൂ സ്റ്റിക്ക് നമ്മൾ എത്ര ആഗ്രഹിച്ച് മേടിച്ചത് അത് വെറുതെ കേടാക്കാൻ നിൽക്കണ്ട. ഇവർ പറ്റിച്ചതാണെന്നാണ് എന്റെ ഒരു എന്താ പറയാ ഒരു ഇതായിട്ടുള്ള ഒരു വിചാരം. അതായിട്ടുള്ള ഇത് അങ്ങനെ പറയുന്നില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊട്ടും സക്സസ്ഫുൾ ഹാക്കല്ല. ആരും ട്രൈ ചെയ്ത് നോക്കരുത് കേട്ടോ. കാരണം അങ്ങനെ ഗ്ലൂ അത് ഉരുകിയിട്ടാ വരുന്നത്. അതിന്റെ കൂടി ത്രെഡും കൂടി വരുന്ന എനിക്ക് തോന്നണില്ല. ഞാൻ കുറെ കഷ്ടപ്പെട്ടു, കുറെ നേരം ചെയ്തു, എന്നിട്ടൊന്നും ഒരു രക്ഷയുണ്ടായില്ല. അവസാനം ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഇങ്ങനെയെങ്കിലും ഇത് കാണിച്ചു തരാൻ വെച്ചിട്ട് ആ പേപ്പർ ഊരി കൊണ്ടുവന്നതാണ്. അപ്പൊ സക്സസ്ഫുൾ ഹാക്കല്ല, ഫ്ലോപ്പ് ഹാക്കാണ്. ഫ്ലോപ്പ് ഹാക്കാണ്. അപ്പൊ ആരും ട്രൈ ചെയ്ത് നോക്കണ്ട. പിന്നെ നമുക്ക് അടിപൊളി നെക്സ്റ്റ് ഹാക്കിലേക്ക് പോവാം. നെക്സ്റ്റ് ഹാക്ക് എന്ന് പറയുന്നത് ഒരു അടിപൊളി ഹാക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കണ്ടപ്പോ. ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ നമ്മള് കൊതുവിനും ഈച്ചേനെയൊക്കെ പിടിക്കാൻ വേണ്ടിട്ട് ഒരു ബാറ്റ് നമ്മൾ മേടിക്കും. ബാറ്ററി ഇടുന്ന ടൈപ്പ് ബാറ്റ്, അല്ലെങ്കിൽ ചാർജ് ചെയ്യുന്ന ടൈപ്പ് നന്നായിട്ട് അറിയായിരുന്നു ഈ ചൂടിയുടെ ചാർജ് ചെയ്യുന്ന ടൈപ്പ് ബാറ്റ് നമ്മൾ മേടിക്കും. ആകെ പോവാണ്. അപ്പൊ ഇതെന്ന് പറയുന്നത് നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ട, ബാറ്ററി വേണ്ട, ഒന്നും വേണ്ട. ഇവരാദ്യം ഒരു റെക്ടാങ്കിൾ പോലെ ഉണ്ടാക്കണം ഗ്ലൂ ഗൺ വെച്ചിട്ട്. അതിനുശേഷം ഒരെണ്ണം കൂടി ഉണ്ടാക്കണം. അതേപോലെ തന്നെ അതിന്റെ ഉള്ളിൽ ഒരു ഗ്ലൂ സ്റ്റിക്ക് ഞാൻ തോന്നുന്നുണ്ട് ഇവര് വെച്ചിട്ട് ഒട്ടിക്കാണ്. അതിനുശേഷം ഇതുകൊണ്ട് ടിങ് നല്ല അടി അടിക്കാണ് നമ്മൾ ഈച്ചാനിയും പാറ്റാനില്ല ഈച്ചാനിയും ഒക്കെ. അപ്പൊ ഇത് കണ്ടിട്ട് നല്ല സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ ഒരു ഹാക്ക് വർക്കൗട്ടോ നോക്കുന്നിട്ട്. അപ്പൊ ഇതാണ് നമ്മുടെ പാറ്റേനില്ല ഈച്ചേനൊക്കെ അടിക്കാനുള്ള പാറ്റേനൊക്കെ പറ്റാണെങ്കിൽ അടിച്ചോട്ടെ. കാരണം നല്ല അടിപൊളി സംഭവമായിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ഇത് തളർന്നു കിടക്കുകയാണെങ്കിൽ നല്ല സംഭവമാണ് കേട്ടോ. അതുകൊണ്ട് അമ്മേ അടിക്കുമ്പോ വലിയ വേദനയൊന്നുമില്ല. പക്ഷെ പാറ്റയ്ക്ക് ഈച്ചയ്ക്കൊക്കെ അല്ലെങ്കിൽ നമ്മുടെ കൊതുവിനൊക്കെ അടി കിട്ടണമെങ്കിൽ നല്ല വേദന കിട്ടും. അവർക്ക് പറ്റിയൊരു സംഭവമാണിത്. അത്യാവശ്യം നമുക്ക് കളിക്കാനൊക്കെ വേണമെങ്കിൽ എടുക്കുകയൊക്കെ ചെയ്യാട്ടോ. സൂപ്പർ ആയിട്ട് അമ്മമാർക്ക് കാണിച്ചു കൊടുക്കണ്ട കേട്ടോ. വെറുതെ എന്താ പറയുക പഠിക്കാണ്ടിരിക്കുക, അല്ലെങ്കിൽ പറഞ്ഞനുസരിച്ചില്ലെങ്കിൽ ബാക്കി കൂടെ ഒന്ന് ടിഷ്കൊന്ന് ഇട്ടടി കിട്ടും. അപ്പൊ ഇതൊരു സൂപ്പർ ഹാക്ക് ആയിട്ട് കേട്ടോ. ചെയ്യാനും നല്ല ഈസിയാ. നമ്മുടെ ഗ്ലൂ സ്റ്റിക്ക് കാണാൻ നല്ല രസം. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഒരു
ക്രിസ്റ്റലിന്റെ ഒരു ബാറ്റ് പോലെ ഒരു ചട്ടമൊക്കെ പോലെ അല്ലെ. അപ്പൊ ഈ ഒരു ഹാക്ക് സക്സസ്ഫുൾ ഹാക്കാണ്. 10ൽ 10 മാർക്കും കൊടുക്കാം. നമുക്ക് അടിപൊളി ഹാക്കാണ്, ചെയ്യാൻ നല്ല ഈസിയാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല അടിപൊളി ഹാക്കായിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഇനി ഈച്ചൻ അടിക്കാനുള്ള പുതിയൊരു സംഭവമാണ്. നമ്മള് എന്താ പറയാ, ബാറ്ററി വേണ്ട, കറണ്ട് ചെലവില്ല. നമ്മള് സ്വന്തമായിട്ട് നമ്മുടെ ഗ്ലൂ സ്റ്റിക്ക് മാത്രമേ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാം. ഒരു വട്ടം കറണ്ട് ചെലവ് ചെയ്തിട്ട് ഉണ്ടാക്കിയാൽ മതി, പിന്നെ കറണ്ട് ചെലവില്ല. പിന്നെ അങ്ങനെ ടിഷ്ക് നിന്നിട്ട് നല്ല അടി കൊടുക്കാം. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നമുക്ക് നെക്സ്റ്റ് ഹാക്കിലേക്ക് പോവാം. നെക്സ്റ്റ് ഹാക്ക് എന്ന് പറയുന്നത് ഒരു കിടിലൻ ഹാക്കാണ്. ഈ ഹാക്ക് കണ്ടപ്പോ തന്നെ ഞാൻ വിചാരിച്ചത് അയ്യോ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് കണ്ടപ്പോ ഭയങ്കര ഇഷ്ടമായി. നല്ല അടിപൊളി, നല്ല കാണാനാണ് നല്ല രസമുള്ളത്. നമ്മളെല്ലാവരും നമ്മളെ പോളം വീർപ്പിക്കാറുണ്ട്. നമ്മുടെ ബബിൾസ്, നമ്മളെ സോപ്പ് പൊടി ഒക്കെ കലക്കിയിട്ട് ആ ബബിൾ ചാലഞ്ച് നമ്മൾ ഒരു ഇതിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, എക്സ്പെരിമെന്റിന്റെ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കാണാത്തവരെയും കണ്ടു നോക്കാം. അടിപൊളി ബബിൾ ചാലഞ്ചാണ്. അപ്പൊ അതുപോലെ നമ്മൾ ഇത് ഗ്ലൂ ഗൺ വെച്ചിട്ട്, ഗ്ലൂ സ്റ്റിക്ക് ഉരുക്കി വെച്ചിട്ട് ആണ് ഇവര് ചെയ്യുന്നത്. അപ്പൊ ഒരു സ്ട്രോ എടുത്തേക്കാണ്, പേപ്പർ ആണോ പ്ലാസ്റ്റിക് ആണോ എന്നറിയില്ല. ഒരു സ്ട്രോ എടുത്തിട്ടുണ്ട്, അതിന് തുമ്പത്തി ഗ്ലൂ ഇങ്ങനെ ആക്കി കൊടുക്കാണ്. അതിന് ശേഷം അവര് ഇങ്ങനെ ബാക്കിൽ കൂടെ ഒരു ഊതുമ്പോ ഇങ്ങനെ വലുതായി ഇങ്ങനെ വരാണ്. അടിപൊളി ഒരു ബബിള് പോലെ ഇങ്ങനെ വരാണ്. അപ്പൊ അത് ശരിയാവുമെന്ന് അറിയില്ല. അപ്പൊ ഇത് ഹാക്ക് വർക്ക്ഔട്ട് ആവും. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. അപ്പൊ ചെയ്യാൻ വേണ്ടി നമ്മളൊരു സ്ട്രോ, നമ്മൾ പേപ്പർ സ്ട്രോ ആണ് എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് സെറ്റപ്പ് റെഡി ആക്കി വെച്ചിട്ടുണ്ട്. നമ്മള് നമ്മുടെ ഗ്ലൂ സ്റ്റിക്കും ചൂടാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിത് തുമ്പത്ത് ആക്കാൻ പോകട്ടത് സക്സസ് ആവുന്നല്ലോ. ട്രൈ ചെയ്ത് നോക്കാം. കാരണം ഇതൊരു സക്സസ്ഫുൾ ആയിക്കാണ്. കാരണം ഇതൊരു കവർ പോലെ ആയിട്ടാ ശരിക്കും ഇത് ഊതി കഴിഞ്ഞപ്പോ ഇതൊരു കവർ പോലെ. അപ്പൊ ഇത് കുറച്ച് ഞാൻ എന്ത് ചെയ്തെന്ന് ഇതിന്റെ ഉള്ളിലാക്കി പുറമേക്ക് ഇങ്ങനെ ഒന്ന് ചുറ്റി വെച്ചു. അപ്പൊ ഇത് വിട്ടുപോരില്ല, ഇങ്ങനെ ഓട്ടയിട്ട് വിട്ടുപോരാത്ത രീതിയിലാക്കിയിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഊതിക്കെടുത്തപ്പോ സക്സസ്ഫുൾ ഹാക്കാണ്. 10ൽ 10 നമുക്ക് നോക്കാം. അത്രയും സൂപ്പർ ഹാക്കാണ്. അപ്പൊ നമ്മുടെ 25Kയുടെ സെലിബ്രേഷന് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഹാക്ക് ആയിരുന്നത്. നമ്മുടെ സക്സസ്ഫുൾ ആയി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോ ഇന്നത്തെ നമ്മുടെ ഹാക്കൊക്കെ കഴിഞ്ഞു. അപ്പൊ നമുക്ക് നമ്മുടെ കമന്റ് സെക്ഷനിലേക്ക് പോകാം. അപ്പൊ നമ്മള് പേര് വായിക്കാൻ പോവാണ് കേട്ടാ. അപ്പൊ ഇതിൽ നമ്മള് ഇനീഷ്യൽ മൊത്തം എഴുതിയിട്ടില്ലേ, കാരണം ആ പേരുകൾ കുറെ ഒരേ പേരിന് ഇനീഷ്യലായിട്ട് കുറെ ഇതുണ്ട്. അപ്പൊ നിങ്ങളെ പേര് കേട്ട് നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ. അപ്പൊ ഞാൻ വായിക്കാൻ പോവാണ്. ബിന്ദു, റഷീദ്, രാഷ്, സുഭാഷ്, ആയിഷ, ഫിദ, സൂരജ്, ടിറ്റി, രജി, ലിമ, ഹെർമൻ, ആദിദേവ്, അച്യുതൻ, രാജി, കരോളിൻ, സഫിയ, മുനീർ, മോഹനൻ, ലിറ്റിൽ സ്റ്റാർ, ഹൈറ, ഫാത്തിമ, സജീവ്, ബ്ലസി, ഷീജ, ക്രിയേറ്റീവ് ഐഡിയാസ് ബൈ ഫിദ, ഷെയ്ൻ, ബിജോപി ജോസ്, താങ്ക്സ് ചേട്ടാ, ഫ്രോസൺ ക്വീൻ, ക്രിയേറ്റീവ് വേൾഡ്, ബിനു ഫിലിപ്പ്, ചിത്ര സുരേഷ്, ഋതു, നിരഞ്ജന, ആർദ്ര, സൽമ, സോമൻ, ആന്റണി, ഫാത്തിമാസ് വ്ലോഗ്, ക്രാഫ്റ്റ് വേൾഡ്, റിച്ചാർഡ് ജോൺ, പ്രീതി, വേദ, നിയാസ്, ആർട്ട് വേൾഡ്, സ്വീതി, സുധീർ, ശ്രീലത, കൃഷ്ണ, മഹാദേവൻ, അഫ്ല വൈബ്സ്, ഹിബ ഹസൻ, അർജുൻ സന്തോഷ്, സോവിക, ഷമീർ, വിനായകൻ, മിഷ ശിവദാസ്, നെയ്നൂസ് ട്യൂബ്, രാജീവ്, ദേവസി, സ്വാതി കൃഷ്ണ, അപർണ, ഡിസൈൻ വിത്ത് അലീന, സരുൺ, അർജിന,
അനന, ഷിറിൻ, ലക്ഷ്മി, ട്വിങ്കിൾസ്, രാധ, KR ജ്യോതി, നിവേദിത, ഷാസ് വിൽഡൻ, അമന്യാസ് വേൾഡ്, ബിജു, ദിവ്യ, കസിൻസ് കോർണർ, ഗൗരീസ് വേൾഡ്, സാമ്ര, അനീഷ, രാജി, അനിൽ, നൂമൂസ് വേൾഡ് ആൻഡ് ക്രാഫ്റ്റ്സ്, ടോമി, രാജീവ്, ഷൈനി, അനോറ ജെപ്സൺ, ലതിക കുമാരി, ഷാജി, നൂറാസ് വ്ലോഗ്, ശരത് NS, കവിത, മിസ്റ്റ്, ഗഞ്ച, സംല എന്ന് തോന്നുന്നുണ്ട്, സഹല എന്ന് തോന്നുന്നുണ്ട്, മാളൂസ് വേൾഡ്, സോർ ട്രൂത്ത് ന്യൂസ്, താങ്ക്സ് എ ലോട്ട് റിമി ചേച്ചി, പാച്ചൂസ് വ്ലോഗ്, മാത്യു തോമസ്, ദിവ്യ ആൻഡ് റിയ, ലക്ഷ്മി കൃഷ്ണ, റഷീദ് രാജ്, സൂരജ്, റഷീദ് രാജ് 2 വട്ടം വായിച്ചിട്ടാ. അപ്പൊ ഇത്രയും പേരുടെ പേര് നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇനിയും കുറെ പേരുടെ പേരുണ്ട്, അത് നമ്മൾ അടുത്തേക്ക് വായിക്കാം കേട്ടോ. സോറി, ആരും വിഷമം വിചാരിക്കരുത്. എല്ലാവർക്കും നമ്മൾ കമന്റ്സിൽ റിപ്ലൈ മാക്സിമം തരുന്നുണ്ട്. ഇനി ആരെങ്കിലും കമന്റ്സ് വിട്ടുപോയെന്ന് അത് മിസ്സായി പോയതാണ്. ഞാൻ മാക്സിമം എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എല്ലാവർക്കും താങ്ക്സ്. അപ്പൊ നമ്മളിന്ന് കുറെ പേരുടെ പേര് വായിച്ചു. അപ്പൊ എല്ലാവർക്കും സന്തോഷമായി എന്ന് വിചാരിക്കണം. അപ്പൊ ഇനിയും കുറെ പേരുടെ പേര് വായിക്കാത്തുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇതിന് ഇടുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് പുതിയ സ്റ്റോറി സ്റ്റൈലുകളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ പുതിയ സ്റ്റോറി സ്റ്റൈൽ ഏതെങ്കിലും ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ താഴെ കമന്റ് ചെയ്യട്ടാ. അപ്പൊ നമ്മൾ ഇനി അടുത്ത ആ രീതിയിൽ നമ്മൾ സ്റ്റോറി ചോദിക്കുന്നതായിരിക്കും. അപ്പൊ നമ്മള് ഇപ്പൊ ലാസ്റ്റ് വീഡിയോന് വന്നിട്ടുണ്ടായിരുന്നല്ലോ, ആ കമന്റ്സ് ആണ് നമ്മള് ഇപ്പോ അതിലുള്ള ഒരുവിധം പേരുകളാണ് നമ്മളിപ്പോ വായിച്ചേക്കുന്നത്. കാരണം ഇഷ്ടംപോലെ കമന്റ്സ് അതിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഒരുവിധം പേരൊക്കെ ഇതിൽ കവർ ചെയ്യുന്നു വിചാരിച്ചിട്ടാണ് ഞാൻ അതില് ആ പേരുകളൊക്കെ എടുത്ത് വായിച്ചത്. ഇനിയിപ്പോ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സോറി കേട്ടോ, നമ്മൾ നെക്സ്റ്റ് ടൈം വായിക്കണതായിരിക്കും. അപ്പൊ എന്താ പറയുക, അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ അടിപൊളി കമന്റ്സ് ഉണ്ടെങ്കിൽ അയക്കാൻ മറക്കരുത്, നമ്മള് സൂപ്പർ കമന്റ്സ് ഒക്കെ വായിക്കുന്നതായിരിക്കും. പിന്നെ എന്താ പറയാനുള്ള, അപ്പൊ നിങ്ങളുടെ സജഷൻസ് ഉണ്ടെങ്കിൽ അത് കമന്റ്സ് ആയിട്ട് അറിയിക്കാം. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക, എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് കിട്ടും. അപ്പൊ പിന്നെ എന്താ പറയാനുള്ള, അപ്പൊ ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ആയിട്ട് നമ്മൾ നെക്സ്റ്റ് ടൈം കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.